കർണാടകയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറുപടി അവർ പറയട്ടെ. സജീഷ്, എന്റെ സംശയം, ഇപ്പോൾ അവർ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് സീറോ വേസ്റ്റ് എന്ന് വിശ്വസിക്കുക, അങ്ങനെയാണോ അതിന്റെ ഒരു രീതി? ഒരു പ്രപ്പോസലുമായി ഒരു കമ്പനി വരുമ്പോൾ അവരുടെ മുൻ പ്രവർത്തനങ്ങൾ എന്ത് എന്നൊരു പരിശോധനയുണ്ടോ? നേരത്തെ ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, ഈ മദ്യനയ വിവാദത്തിൽപ്പെട്ട കമ്പനിയാണ്, അതിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. രണ്ടാമത്തെ കാര്യം, പഞ്ചാബിൽ അവരുടെ സ്ഥാപനം അടച്ചുപൂട്ടിയത് എങ്ങനെയാണ്? വ്യാവസായിക വേസ്റ്റ് 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരെ കേസുണ്ട്. ആ കേസിൽ അവർ തിരിച്ച് കേസ് കൊടുത്തിട്ടില്ല, അവരത് പൂട്ടിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പരിശോധിച്ചിരുന്നു. അവർ അപ്പോൾ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞ ഉടനെ അത് വിശ്വസിക്കുകയാണോ? അത് സീറോ വേസ്റ്റ് ആകുമോ? അങ്ങനെയാണോ ആ കമ്പനി മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്? അവരുടെ മുൻപത്തെ പ്രവർത്തനം പരിശോധിച്ചോ എന്നുള്ള ചോദ്യം. ഇനി അനുമതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി പ്രപ്പോസലുമായി വന്നാൽ ഉടനെ ആ കമ്പനിക്ക് അനുമതി നൽകുക എന്നതാണോ സർക്കാരിൻ്റെ നയം? ഈ നയം ഞങ്ങളുടെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രൂവറി വരുന്നത് എന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു. അതെങ്ങനെയാണ് ആ മദ്യനയം ഉണ്ടായത് എന്നതാണ് സംശയകരമായി നിൽക്കുന്നത്. 1999 നയം അനുസരിച്ച് ഇവിടെ ഇനി ബ്രൂവറികൾ വേണ്ട, അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ടായിരുന്നു. ഡിസ്റ്റിലറികൾ വേണ്ട, ബ്രൂവറി അല്ല, ഡിസ്റ്റിലറികൾ തന്നെ വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു 99 എടുത്തത്, അല്ലേ? 2022 ഈ കമ്പനി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയാണ്. അതിൻ്റെ മലയാളി പ്രസിഡന്റ് CS വാസുദേവൻ അടക്കം കേരള സർക്കാരിനെ സമീപിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറയുന്നു, ഞങ്ങളുടെ മദ്യനയം വ്യത്യസ്തമാണ്, ഇവിടെ ഇങ്ങനെയൊരു സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അവർ മടങ്ങുകയാണ്. അവർ മടങ്ങി തൊട്ടടുത്ത വർഷം 2023 ആകുമ്പോഴേക്കും അവർക്ക് വരാൻ പാകത്തിൽ മദ്യനയം മാറ്റുന്നു. അപ്പോൾ എന്തിൻ്റെ സൂചനയാണ്? വളരെ വേഗത്തിൽ തന്നെ അവർ പിന്നീട് വീണ്ടും വരുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, എക്സൈസ് മന്ത്രിയെ കാണുന്നു, മന്ത്രിസഭ 15 അംഗീകരിക്കുന്നു, 16 ഉത്തരവിറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് നോക്കൂ. ഇതെല്ലാം സംശയകരമാണ്. അത് സംശയകരമല്ല എന്നാണെങ്കിൽ താങ്കൾക്ക് വിശദീകരിക്കാം സജീഷ്, കമ്പനി വന്ന വഴി. ഓക്കെ, താങ്കൾ വീണ്ടും വലിയ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം വിശ്വസിക്കാമോ എന്നാണ് ചോദ്യം. ഇവർ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ എന്നാണ് ചോദ്യം. ഇത് വിശ്വസിക്കാൻ നമ്മൾ രണ്ടുപേർ നടത്തുന്ന സംഭാഷണമല്ല ഇത്. സീറോ ഡിസ്ചാർജ് എന്ന് അവർ പറയുമ്പോൾ അതിൻ്റെ കൂടെ അവർ ഹാജരാക്കുന്ന 2 സർട്ടിഫിക്കറ്റുകളുണ്ട്. ഒന്ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ സർട്ടിഫിക്കറ്റാണ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി. ഈ രണ്ടുമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കേരള സർക്കാർ കൊടുത്തതല്ല, കേന്ദ്ര സർക്കാരാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സീറോ ഡിസ്ചാർജ് ആണെന്ന് അവർ പറയുന്നത്. അത് അവിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യമാണോ? അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നമുക്കറിയാലോ എത്ര ശക്തമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ അനുമതി എന്ന് പറയുന്നത് ഈ അപേക്ഷയോടൊപ്പം വന്നാൽ അവിശ്വസിക്കണമെന്നാണോ? ഒരു അപേക്ഷയോടൊപ്പം ഇവർ ഹാജരാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഓയിൽ കമ്പനികൾ എഥനോൾ ഉൽപ്പാദനത്തിന് പരിചയസമ്പന്നരായവരുടെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരേ ഒരു കമ്പനി ഈ രാജ്യത്ത് ഈ കമ്പനിയേ ഉള്ളൂ. നിങ്ങൾ പറയുന്നുണ്ടോ, പല ആക്ഷേപം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോളിയം കമ്പനികൾക്ക് ഈ എഥനോൾ നൽകാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരേ ഒരു കമ്പനി ഈ കമ്പനിയാണ്. പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസം പറയുകയാണെങ്കിൽ ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് പറയട്ടെ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ മലയാളം. കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോളിയം കമ്പനികൾ എന്നതിൻ്റെ കുറച്ചുകൂടി മലയാളിവൽക്കരിച്ചാണ് നമ്മൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾ എന്ന് പറയുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഹരിയാനയും രാജസ്ഥാനും മധ്യപ്രദേശും UP എല്ലാം ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ കമ്പനിയുടെ 10ാമത്തെ കമ്പനിയാണ് വരുന്നത്. 9 പഞ്ചാബിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഡൽഹിയിൽ അറസ്റ്റിലായതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ എണ്ണ കമ്പനികൾ, പൊതുമേഖലാ ഓയിൽ കമ്പനികളുമായി OASISന് ധാരണ ഉണ്ടാക്കി എന്നുള്ള കാര്യം എനിക്കും അറിയാം. അതിങ്ങനെ പരിഹസിച്ച് പറയണ്ട. അപ്പോൾ കേന്ദ്ര സബ്സിഡി കിട്ടും, അപ്പോൾ സർക്കാരിന് തത്വത്തിൽ അംഗീകാരം കൊടുക്കാൻ കഴിയും, സമ്മതിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഓയിൽ കമ്പനിയെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഏത് കമ്പനിയാണ് വരുന്നത്? ഇതിൻ്റെ 20% ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. 20% എത്തനോൾ പെട്രോളിൽ ചേർക്കേണ്ടതുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വൻതോതിൽ. അത് ഈ കമ്പനിയിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ ബ്ലൂവറിയും കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിലില്ല. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ എത്തനോൾ ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, പെട്രോളിയത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത്
ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അതുപോലെ തന്നെ ഗ്രീൻ ട്രൈബ്യൂണലും എല്ലാം അംഗീകാരം കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല 9 കമ്പനികൾ ഇവരുടേത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, മറ്റിതര ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്. അവിടെയൊന്നും ഇവർ പറയുന്നില്ലല്ലോ, അതൊക്കെ പൂട്ടിച്ചു വരട്ടെ. പിന്നെ മാത്രമല്ല, ഇവിടെ നിയമവിരുദ്ധമായി പോയാൽ ഏതെങ്കിലും നിയമം തെറ്റിച്ചു പോകാം എന്ന് ആരോ കരുതുന്നുണ്ടോ? ഒരു നിയമവും തെറ്റിച്ചു പോകില്ല എന്നുള്ളത് കൊണ്ടാണ് നിലവിലുള്ള നിയമങ്ങളും നിബന്ധനകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ എന്നതാണ് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എന്റെ മുഴുവൻ ചോദ്യത്തിലുള്ള മറുപടി കൂടി തരുമോ? 2022 അവർ വരുമ്പോൾ അങ്ങനെ ഒരു നയമില്ലായിരുന്നു. 2022 അവർ വരുമ്പോൾ നമ്മുടെ നയം ഇവിടെ ഇങ്ങനെ ഡിസ്റ്റിലറികൾ തുടങ്ങാൻ പറ്റില്ല എന്നായിരുന്നു. 2023 അവർക്ക് വരാൻ പാകത്തിൽ ഡിസ്റ്റിലറികൾ തുടങ്ങാം എന്ന രൂപത്തിലേക്ക് നയം മാറ്റുന്നു. ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. കേരളത്തിൽ നിലവിൽ 8 ഡിസ്റ്റിലറികളും 10 ബ്ലെൻഡിംഗ് യൂണിറ്റുകളും 2 ബ്രൂവറികളും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നുമായി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ വരുന്നത് കൊണ്ടല്ല, ഇവിടെ തന്നെ ഇപ്പോൾ വ്യാവസായിക വികസനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഉൽപ്പാദന പ്രക്രിയ ഇവിടെ തന്നെ നടക്കണം എന്നതിൻ്റെ കൂടി കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് ഉൾപ്പെടെ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. ആ ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്രോക്കൺ റൈസ്, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, ഗോതമ്പ്, ചോളം, സ്വീറ്റ് പൊട്ടറ്റോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് അസംസ്കൃത വസ്തുക്കളായി. ഈ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനത്തിലുൾപ്പെടെ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാകും. ഇതെല്ലാം കണ്ടുകൊണ്ട് കർഷകർക്ക് കൂടി സഹായകരമാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ലിറ്ററിന്റെ മുകളിലുണ്ട്. പറയട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് പ്രതിനിധിയല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാതന്ത്ര്യമായിട്ടല്ലല്ലോ. അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രൂപത്തിലുള്ള മറുപടിയാണത്. കോൺഗ്രസ് പ്രസിഡന്റ് ആയതുകൊണ്ട് അല്ലല്ല, ഞാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് ഞാൻ പറയുന്നത് എന്നതുപോലെ അവർ പറയുന്നത് അവർ എതിർക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനുള്ള ന്യായീകരണങ്ങളാണ്. നിലപാടൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ സജീഷിന്? തീർച്ചയായും നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളാ നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, സമരവും നടത്തിയിട്ടുണ്ട്. അത് ജലചൂഷണത്തിനെതിരെയാണ്. ഇവിടെ ആ ജലചൂഷണം വരുന്നില്ല എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഇടപെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണ് ഈ തരത്തിൽ കൃത്യമായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ തന്നെ വ്യാവസായിക മേഖലയിൽ ഇത്തരം ഉൽപ്പാദന പ്രക്രിയ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായി 2022 2023 എല്ലാം ഈ ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട നയപരമായ മാറ്റമുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനോരമയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കമ്പനിയുടെ അപേക്ഷ ഉണ്ടായിരുന്നു. ആ അപേക്ഷയ്ക്കകത്ത് കാര്യങ്ങൾ പൂർണ്ണമല്ലാത്തതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത്. നാളെ മറ്റേതെങ്കിലും കമ്പനി വന്നാലും ഇനി കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ കർണാടകത്തിലുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ ജോണിൻ്റെ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി തന്നെ വന്ന് ന്യായമായി കൃത്യമായി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ബ്രൂവറി അല്ല, ബ്രൂവറി 4ാം ഘട്ടത്തിലാണ് ഇതിൽ വരുന്നത്. പിന്നെ ആദ്യം മന്ത്രി പറഞ്ഞത് ടെൻഡർ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, ഇങ്ങോട്ടേക്ക് ഒരു അപേക്ഷയുമായി വരുമ്പോൾ ടെൻഡറിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 കമ്പനിയുടെ കാര്യമായി പറയുന്നു. അതെ, 2 കമ്പനി ടെൻഡർ അല്ല കൊടുത്തത്, 2 കമ്പനി അപേക്ഷ കൊടുത്തത്. ശരി, എന്താണ് ടെൻഡർ വിളിക്കാത്തത്? വാക്കുകൾ വളരെ അല്ലല്ല, ടെൻഡർ വിളിക്കാതെ ടെൻഡർ വേണ്ട എന്നെങ്ങനെയാണ് നിശ്ചയിക്കുക? അതെ, അത് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ പറയാം. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ 8 ഡിസ്റ്റിലറികളും 10 ബ്ലെൻഡിംഗ് യൂണിറ്റുകളും 2 ബ്രൂവറികളും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് ടെൻഡർ വിളിച്ചിട്ടാ? ടെൻഡർ വിളിക്കേണ്ട കാര്യം ഈ കാര്യത്തിലില്ല. ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ലാത്ത എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പിന്നെ നമ്മുടെ അടൂർ പ്രകാശിന് ഒരു ബാറുണ്ട്, ടെൻഡർ വിളിച്ചിട്ടാ ബാർ കൊടുത്തത്? അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്ഥലത്ത് ബാറിനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അനുവദിക്കും. അതുപോലെ ഇതൊരു വ്യവസായ യൂണിറ്റാണ് ആരംഭിക്കുന്നത്.
നിങ്ങൾ 2023 ഒരു നയമാറ്റം വരുത്തിയിരിക്കുന്നു. വളരെ വേഗത്തിൽ എങ്ങനെയാണ് ഇൻഡോറിൽ കിടക്കുന്ന ഈ കമ്പനിക്ക് അറിയാൻ സാധിച്ചത്? നേരത്തെ വന്ന് നിരാശപ്പെട്ടു പോയവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് അടുത്ത വർഷമായപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ നയമാറ്റം വന്നു എന്ന് അറിയാൻ സാധിക്കുന്നത്? ഒരു കാര്യം, ഇവർ അവരുടെ പ്രോജക്റ്റുമായി അവർ വരുന്നു. അതുപോലെ മറ്റൊരു പ്രോജക്റ്റുമായി മറ്റൊരു കമ്പനിയും വന്നിട്ടുണ്ട്. ഇവിടെ നയം കൃത്യമായി വ്യാവസായിക മേഖലയുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച നയം തന്നെയാണ്. ആ നിങ്ങളെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. സർക്കാർ ഇപ്പോൾ പ്രാഥമിക അനുമതി കൊടുത്തില്ല. അല്ല, സ്മൃതിക്ക് ബോധ്യമാകുമെന്നുള്ളൊരു അഭിപ്രായമേ എനിക്കില്ല. ഞാൻ ശ്രമിക്കുന്നത് സ്മൃതിയുടെ ഇടപെടലിൻ്റെ ഇടയിൽ കൂടി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി എന്ന് പറയുന്ന തടസ്സത്തിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണ് ഇവര് അങ്ങനെ ഞാനും ഒട്ടും പ്രകോപിക്കപ്പെടുന്നില്ല. കാരണം അത്രയും പക്ഷേ സ്മൃതി വളരെ സംയമനമുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമില്ല. കിടക്കട്ടെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ച് പോകാനുള്ള സ്ഥലമല്ലല്ലോ ഈ ചർച്ച. കാര്യം ഒന്ന് പറയട്ടെ. തീർച്ചയായും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നല്ലവണ്ണം ഒരു പ്രയാസവും ഇവിടെ ഇല്ല. ഒന്ന്, ഇവർ ഈ അപേക്ഷയെല്ലാം ചേർത്തുകൊണ്ട് കോടതിയിൽ പോയാൽ ഇവർക്ക് അംഗീകാരം കിട്ടും. ഇവരുടെ ഈ ക്രൈറ്റീരിയ എല്ലാം കറക്റ്റാണെങ്കിൽ അവർക്ക് അംഗീകാരം ലഭിക്കും. അത് സർക്കാർ കൊടുത്തില്ലെങ്കിൽ ലഭിക്കും. ഇനി ഇവർക്ക് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കോടതിയിൽ പോയി തിരുത്തിക്കുകയും ചെയ്യാം. ഞങ്ങൾക്കിതൊന്നും യാതൊരു ഭയവുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ UDF ഭരണകാലമല്ല, അടുത്ത നിയമസഭാ സമ്മേളനമാണല്ലോ. ഇവർക്ക് നിയമസഭയിൽ ഉന്നയിക്കരുതോ? ഞങ്ങളെന്താ ഭയപ്പെടുന്നോ? ഇതെല്ലാം വളരെ കൃത്യമായി മാത്രമേ കേരളത്തിൽ നടക്കൂ. അല്ലാതെ UDF കാലം പോലെ അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ VM വാദം പറയുമ്പോൾ ആത്യന്തികമായി ആ നാടിനെ വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നാണ് പ്രധാനം. അവരറിയാതെ പെട്ടെന്ന് ഒരു ഭൂമി അവിടെ ഒരു തുള്ളി വെള്ളം അല്ലാതെ ബോധ്യപ്പെടും സംശയക്കാര്യത്തിലില്ല. ഒരു തുള്ളി വെള്ളം ഇല്ലെങ്കിൽ 18 കോടി ലിറ്റർ ലിക്കറിന് വെള്ളം എവിടെ നിന്ന് വരുന്നു? അതിന് വാട്ടർ അതോറിറ്റിക്ക് എവിടെ നിന്നാണ് ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായ മറുപടി വേണം. അതിലാണ് എത്ര വെള്ളം കൊടുക്കുമെന്നുള്ള മറുപടി സർക്കാരിന്റെ ഭാഗത്ത് പറയേണ്ടത്. വാട്ടർ അതോറിറ്റി വ്യാവസായിക ആവശ്യത്തിന് ഇപ്പൊ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭരിച്ചു വെച്ച വെള്ളത്തിന്റെ 5% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വെള്ളം അവിടെ ഉണ്ട്. മലമ്പുഴയിൽ നിന്ന് ഉൾപ്പെടെ ഉപയോഗിക്കാൻ കുടിവെള്ളത്തിന് ഉപയോഗിക്കാനേ പാടുകയുള്ളൂ. അതാണ് നയം, അതാണ് നിയമം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്കാണ് ഇനി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.